എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ചേഞ്ചിങ് നെയിം ഓഫ് സ്റ്റേറ്റ്സ്, ബ്രഹ്മോസ്, വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ, പെസ, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഡാഗസ്ഥാൻ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചേഞ്ചിങ് നെയിം ഓഫ് സ്റ്റേറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ പേര് മാറ്റുന്ന പ്രോസസ്സിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ഈ കേരളത്തിൻ്റെ പേര് കേരള എന്ന് മാറ്റിയിട്ട് കേരളം എന്നാക്കണം എന്ന് പറഞ്ഞിട്ട് കേരള നിയമസഭ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 1 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 3, അതായത് ഇന്ത്യയുടെ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറിയെ കുറിച്ച് പറയുന്ന പാർട്ട് 1 ആർട്ടിക്കിൾ 3 ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾക്കകത്ത് അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ള ഇൻറ്റേർണൽ റീഓർഗനൈസേഷൻ നടത്തുന്നതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 3 അനുസരിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിന് നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ട് പുതിയ സംസ്ഥാനങ്ങൾ ഫോം ചെയ്യാനും അതുപോലെ തന്നെ നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ ഏരിയ വർദ്ധിപ്പിക്കാനും അത് കുറക്കാനും സംസ്ഥാനങ്ങളുടെ അതിർത്തി മാറ്റാനും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാനുള്ള അധികാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 3 അനുസരിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിനാണെന്ന് മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് പാർലമെൻറ്റ് ഇത്തരത്തിൽ സംസ്ഥാനങ്ങളുടെ പേര് ആർട്ടിക്കിൾ 3 അനുസരിച്ച് മാറ്റുന്നത് എന്ന് വെച്ചാൽ, ഈ ആർട്ടിക്കിൾ 3 അനുസരിച്ച് ഒരു സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 3 അനുസരിച്ച് പറയുന്ന ഈ 5 കാര്യങ്ങളിൽ എന്ത് കാര്യം ചെയ്യണമെങ്കിലും പാർലമെൻറ്റിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് 2 കണ്ടീഷൻസ് മീറ്റ് ചെയ്തിരിക്കണം. ഒന്നാമതായിട്ട്, ഇത്തരത്തിലൊരു ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് പ്രസിഡൻറ്റിൻ്റെ മുൻകൂർ അനുമതി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രസിഡന്റ് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ പാർലമെൻറ്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് മുൻകൂർ അനുമതി കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇത് ഏത് സംസ്ഥാനങ്ങളെയാണോ ഈ ബില്ല് ബാധിക്കാൻ പോകുന്നത്, ഇപ്പോൾ കേരളത്തിൻ്റെ പേര് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണെങ്കിൽ അത് കേരളത്തിനെയാണ് ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ബാധിക്കുന്ന സംസ്ഥാനത്തിൻ്റെ നിയമസഭയെ ഇക്കാര്യം പ്രസിഡന്റ് അറിയിച്ചിരിക്കും. അപ്പോൾ പ്രസിഡന്റ് അവർക്ക് അറിയിപ്പ് കൊടുക്കുന്ന ഈ നോട്ടിഫിക്കേഷനകത്ത് ഇത്ര ദിവസത്തിനകത്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം അല്ലെങ്കിൽ മറുപടി അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡിനകത്ത് ഈ സംസ്ഥാന നിയമസഭ ഈ കാര്യം ചർച്ച ചെയ്ത് ഒരു പ്രമേയം പാസ്സാക്കി അവരുടെ തീരുമാനം, അതായത് ഈ പറയുന്ന ബില്ലിനെ, അതായത് ഈ ബില്ലിലൂടെ കൊണ്ടുവരാൻ പോകുന്ന മാറ്റത്തിനെ ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഈ സംസ്ഥാന നിയമസഭ പ്രസിഡന്റിനെ തിരിച്ചറിയിച്ചിരിക്കണം. അപ്പോൾ ഇതൊരു ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട്, ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ സംസ്ഥാന നിയമസഭയെ അറിയിക്കുക, അവരുടെ മറുപടി കൊടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഈ സംസ്ഥാന നിയമസഭയ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന ടൈം പീരീഡിനകത്ത് സംസ്ഥാന നിയമസഭ മറുപടി കൊടുത്തിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഇനി അത് മാത്രമല്ല, ഈ സംസ്ഥാന നിയമസഭയുടെ മറുപടി എന്താണെങ്കിലും അതിന് പ്രാക്ടിക്കലി വലിയ വാല്യൂ ഒന്നുമില്ല. കാരണം ഈ സംസ്ഥാന നിയമസഭ ഈ ബില്ലിനകത്ത് കൊണ്ടുവരുന്ന മാറ്റങ്ങളെ അനുകൂലിച്ചാലും എതിർത്താലും ഇവർക്ക് ഈ ബില്ലുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതായത് സംസ്ഥാന നിയമസഭയുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് പാർലമെൻറ്റിലോ ഇന്ത്യൻ പ്രസിഡന്റിലോ ബൈൻഡിങ് അല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, 2014 ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിനെ വിഭജിച്ചുകൊണ്ട് തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനം ഫോം ചെയ്ത സമയത്ത് അന്നത്തെ ആന്ധ്രാപ്രദേശ് നിയമസഭയെ ഇക്കാര്യം ഇന്ത്യൻ പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആന്ധ്രാപ്രദേശ് നിയമസഭ പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ആവശ്യപ്പെട്ടത് ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് തെലങ്കാന ഫോം ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷെ നമുക്കറിയാം, ആന്ധ്രാപ്രദേശിനെ വിഭജിക്കുകയും അതേ വർഷം തന്നെ തെലങ്കാന എന്ന് പറയുന്ന പുതിയ സംസ്ഥാനം നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ ഇതൊരു റൊട്ടീൻ പ്രോസസ്സ് മാത്രമാണ്. ഇതൊരിക്കലും പ്രസിഡന്റിലോ പാർലമെന്റിലോ ബൈൻഡിങ് അല്ല എന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഒരു സംസ്ഥാനം ആദ്യം ഒരു പ്രമേയം പാസ്സാക്കി ആവശ്യപ്പെട്ട് പാർലമെന്റ് ഇത്തരത്തിലൊരു നിയമം പാസ്സാക്കുന്നുള്ള പ്രോസസ്സ് ഇല്ല. ഇത് ജസ്റ്റ് ഒരു സംസ്ഥാനത്തിന് അവരുടെ താല്പര്യം യൂണിയനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ മീൻസ് മാത്രമാണ്. ഇത്തരത്തിലൊരു സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആ സംസ്ഥാന നിയമസഭ പ്രമേയം പാസ്സാക്കിക്കൊണ്ട് കേന്ദ്രത്തിനോട് ആവശ്യപ്പെടുക എന്നുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ്സ് അല്ല, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല എന്ന് മനസ്സിലാക്കുക. അതൊരു പ്രാക്ടിക്കൽ പൊളിറ്റിക്കൽ കൺസിഡറേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന ഒന്ന് മാത്രമാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 4 എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഈ ആർട്ടിക്കിൾ 3 അനുസരിച്ച് ഒരു സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റുന്നതിന് വേണ്ടിയിട്ട് പാർലമെൻറ്റ് ഒരു ബില്ല് അവതരിപ്പിച്ച് പാർലമെൻറ്റ് അത് പാസ്സാക്കുന്ന സമയത്ത് ആ ബില്ലൊരു ആക്റ്റായിട്ട് മാറുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അത് കാരണം ചില മാറ്റങ്ങൾ വരും. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഷെഡ്യൂൾ 1 സംസ്ഥാനങ്ങളുടെയും യൂണിയൻ ടെറിട്ടറീസിൻ്റെയും പേര് വിവരങ്ങൾ പറയുന്നത്. അപ്പോൾ ആ ഷെഡ്യൂൾ 1 ഈ സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റുമ്പോൾ ഷെഡ്യൂൾ 1 മാറ്റം വരും. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഷെഡ്യൂൾ 4 ഓരോ സംസ്ഥാനങ്ങൾക്കുള്ള രാജ്യസഭാ റെപ്രസെൻറ്റേഷനെ കുറിച്ച്, രാജ്യസഭയിൽ ഓരോ സംസ്ഥാനത്തിനും എത്ര അംഗങ്ങളുണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഈ ഷെഡ്യൂൾ 4 മാറ്റം വരും. കാരണം ഇപ്പോൾ കേരളത്തിൻ്റെ പേര് കേരള എന്നുള്ള പേര് കേരളം എന്നാക്കുന്ന സമയത്ത് ഷെഡ്യൂൾ 4 ഈ മാറ്റം റിഫ്ലക്റ്റ് ചെയ്യപ്പെടും.
പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 4 പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഇത്തരത്തിൽ ഭരണഘടനയിൽ മാറ്റം വരുത്തുന്ന സമയത്ത് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലായിട്ട് വേണം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആയിട്ട് വേണം പാസ്സാക്കാൻ. ആർട്ടിക്കിൾ 368 അനുസരിച്ച് സ്പെഷ്യൽ മെജോറിറ്റിയിൽ വേണം അത് പാസ്സാക്കാൻ. പക്ഷേ ആർട്ടിക്കിൾ 4 പറയുന്നത് ഇതിനുള്ളൊരു എക്സെപ്ഷനാണ്. അതായത് ഇത്തരത്തിൽ ആർട്ടിക്കിൾ 3 അനുസരിച്ച് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു ബില്ല് അതൊരു നിയമമായിട്ട് മാറുന്ന സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഷെഡ്യൂൾ 1നെയും ഷെഡ്യൂൾ 4നെയും മാത്രമാണ് അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഷെഡ്യൂൾ 1ലും ഷെഡ്യൂൾ 4ലും മാത്രമാണ് മാറ്റങ്ങൾ വരുത്തുന്നതെങ്കിൽ അതിനെ ഒരു ഭരണഘടനാ ഭേദഗതിയായിട്ട്, അതായത് ആർട്ടിക്കിൾ 368 അനുസരിച്ചിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആയിട്ട് കണക്കാക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ഇതൊരു സാധാരണ ബില്ല് പോലെ, ഒരു സാധാരണ നിയമം പോലെ ഒരു ഓർഡിനറി മെജോറിറ്റിയിൽ അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കിയാൽ മതി എന്നർത്ഥം. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ വരുന്ന നിയമങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകൾ എന്ന് അറിയപ്പെടാത്തത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിനെ കുറിച്ച് ഇപ്പോൾ അടുത്ത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വീണ്ടും പറയാനുള്ള കാരണം ഈ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള ചില കരാറുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇന്ത്യ ഫിലിപ്പീൻസിന് ഈ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിൻ്റെ ആൻറ്റിഷിപ്പ് വേരിയൻറ്റ് സപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഒരു സൂപ്പർസോണിക് മീഡിയം റേഞ്ച് 2 സ്റ്റേജ് ക്രൂയിസ് മിസൈലാണെന്ന് മനസ്സിലാക്കുക. അതായത് സൂപ്പർസോണിക് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീഡാണ്, ഇതൊരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. മീഡിയം റേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ റേഞ്ചാണ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 290 മുതൽ 450 കിലോമീറ്റർ വരെയാണ്. ഇതിൻ്റെ ഇനീഷ്യൽ വേരിയൻസിൻ്റെ എല്ലാം തന്നെ റേഞ്ച് 290 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ ഇന്ത്യ MTCRൽ, അതായത് മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീമിൽ 2016 അംഗമായതിനു ശേഷം ബ്രഹ്മോസിൻ്റെ ഒരു എക്സ്റ്റെൻഡ് റേഞ്ച് വേരിയൻറ്റ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതിന് 450 കിലോമീറ്ററാണ് റേഞ്ച് ഉള്ളത്. ഇത് ഗ്രാജുവലി ഫ്യൂച്ചറിൽ ഒരു 1000 കിലോമീറ്റർ വരെ എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇതൊരു 2 സ്റ്റേജ് ക്രൂയിസ് മിസൈലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് ഞാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈ ബ്രഹ്മോസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെയും റഷ്യയുടെയും ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ടുള്ള ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. ബേസിക്കലി ഇത് DRDOയും അതുപോലെ തന്നെ റഷ്യയുടെ ഈ DRDOക്ക് സിമിലർ ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവരും തമ്മിലുള്ളൊരു ജോയിൻറ്റ് വെഞ്ചറാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ബ്രഹ്മോസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മിസൈലാണ്. അതായത് ഇതിന് ഒരു ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലിൻ്റെ LACM എന്ന് പറയും ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വേർഷൻ ഉണ്ട്, ആൻറ്റി ഷിപ്പ് വേർഷൻ ഉണ്ട്, അതുപോലെ തന്നെ സബ്മറീൻസിൽ നിന്നും ഷിപ്പുകളിൽ നിന്നും ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന വേർഷൻ ഉണ്ട്, എയർക്രാഫ്റ്റുകളിൽ നിന്ന് എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽസ് എന്ന് പറയും, അത്തരത്തിലുള്ള എയർ ലോഞ്ച്ഡ് വേർഷൻസ് ഉണ്ട്. സുഖോയ് 30 MK എന്നൊക്കെ ലോഞ്ച് ചെയ്യുന്ന എയർക്രാഫ്റ്റ് ലോഞ്ച്ഡ് അല്ലെങ്കിൽ എയർ ലോഞ്ച്ഡ് ആയിട്ടുള്ള ക്രൂയിസ് മിസൈൽ വേരിയൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ക്രൂയിസ് മിസൈൽ എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നതും ബ്രഹ്മോസ് ആണ്. ഇതിന് 2.8 മാക്കാണ്, ശബ്ദത്തിൻ്റെ 2.8 ഇരട്ടി സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റും. നോർമലി ക്രൂയിസ് മിസൈലുകൾ എന്ന് പറയുന്നത് സബ്സോണിക് സ്പീഡിൽ, അതായത് ശബ്ദത്തിൻ്റെ വേഗതയെക്കാട്ടിലും കുറവ് വേഗതയിലാണ് സഞ്ചരിക്കാറുള്ളത്. ബ്രഹ്മോസ് ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. പക്ഷേ ഇപ്പോഴൊക്കെ ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളൊക്കെ ഡെവലപ്പ് ചെയ്തതോടുകൂടി ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ക്രൂയിസ് മിസൈൽ എന്നുള്ള സ്ഥാനം ബ്രഹ്മോസിന് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അറിഞ്ഞിരിക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് വേൾഡ് ക്രാഫ്റ്റ് കൗൺസിലിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വേൾഡ് ക്രാഫ്റ്റ് കൗൺസിലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഈ വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ ഇന്ത്യയിലെ ശ്രീനഗർ സിറ്റിനെ ഒരു വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഒരു വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന ഇന്ത്യയിലെ 4ാമത്തെ സിറ്റിയാണ് ശ്രീനഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 12 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് 1964 നടന്നിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ ജനറൽ അസംബ്ലിയുടെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ന്യൂയോർക്കിൽ വെച്ചിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ബേസിക്കലി ലോകത്തിലുടനീളമുള്ള ട്രഡീഷണൽ ക്രാഫ്റ്റുകളൊക്കെ റെക്കഗ്നൈസ് ചെയ്യുക, അതിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബൈലോ അനുസരിച്ച് എല്ലാ 4 വർഷം കൂടുമ്പോഴും ഈ വേൾഡ് ക്രാഫ്റ്റ് കൗൺസിലിൻ്റെ ടേം മാറാറുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസിഡൻസിയുടെ ടേം മാറാറുണ്ട്. അപ്പോൾ ഈ പ്രസിഡൻസിയുടെ ടേം മാറുന്നതനുസരിച്ച് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മാറും. പ്രസിഡൻ്റ് ആയിട്ടിരിക്കുന്നത് ആരാണോ ആ രാജ്യമായിരിക്കും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് പ്രവർത്തിക്കുക. ഇപ്പോൾ 2021-24 കാലഘട്ടത്തിൽ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്, അവരുടെ പ്രസിഡൻസി കുവൈത്താണ്. അപ്പോൾ കുവൈത്തിലാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ തുടക്കം തൊട്ട് ഈ വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ, ഇവരെ ഫുള്ളായിട്ട് പറയാറുള്ളത് വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ AISBL എന്നാണ്. അവർ യുനെസ്കോയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ കീഴിൽ ഒരു കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ആയിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് PESA അല്ലെങ്കിൽ പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയാസ് ആക്ട് 1996 കുറിച്ചാണ്.
അപ്പോൾ ഈ പെസ ആക്ട് ഫോറസ്റ്റ് കൺസർവേഷനെ ഏത് തരത്തിലാണ് സഹായിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 11 അത്ര ആർട്ടിക്കിൾ ഉണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ പെസ ആക്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പെസ ആക്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 9 പഞ്ചായത്ത് രാജിനെ കുറിച്ച് അല്ലെങ്കിൽ റൂറൽ ലോക്കൽ ബോഡീസിനെ കുറിച്ച് പറയുന്നത്, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ ഈ പാർട്ട് 9 പറയുന്ന പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങൾക്കും ഒരേപോലെ ബാധകമല്ല. ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പെടുന്ന സ്ഥലങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 5th ഷെഡ്യൂളിനകത്ത് പറയുന്ന ഷെഡ്യൂൾഡ് ഏരിയാസ് ഉണ്ട്. അതുപോലെ 6th ഷെഡ്യൂളിനകത്ത് പറയുന്ന ട്രൈബൽ ഏരിയാസ്, ചില നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾക്കൊന്നും ഈ പാർട്ട് 9 ബാധകമല്ല. പക്ഷേ ഈ പാർട്ട് 9 ഒരു കാര്യം പറയുന്നുണ്ട്. ഈ പഞ്ചായത്ത് രാജ് ആക്ട് ഈ പറയുന്ന പാർട്ട് 9 പ്രൊവിഷൻസിനകത്ത് ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ഈ പറയുന്ന ഷെഡ്യൂൾഡ് ഏരിയാസിനും അതുപോലെ തന്നെ 5th ഷെഡ്യൂളിനകത്ത് പറയുന്ന ഷെഡ്യൂൾഡ് ഏരിയാസിനും 6th ഷെഡ്യൂളിനകത്ത് പറയുന്ന ട്രൈബൽ ഏരിയാസിനും ഈ പാർട്ട് 9 അപ്ലിക്കബിൾ ആക്കിക്കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിന് നിയമം പാസ്സാക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റ് 1996 ഈ പാർട്ട് 9 എന്ന് പറയുന്ന പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ 5th ഷെഡ്യൂളിനകത്ത് പറയുന്ന ഏരിയാസിനെ അപ്ലിക്കബിൾ ആക്കിക്കൊണ്ട് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് ഈ പെസ എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴും ഇത് ട്രൈബൽ ഏരിയാസിന് ബാധകമല്ല, ഷെഡ്യൂൾഡ് ഏരിയാസിന് മാത്രം ആണ് ബാധകം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിലവിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 5th ഷെഡ്യൂൾ അനുസരിച്ച് 10 സംസ്ഥാനങ്ങളിലാണ് ഷെഡ്യൂൾഡ് ഏരിയാസ് ഉള്ളത്. അത് ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, രാജസ്ഥാൻ എന്നിവയാണ്. ഓക്കെ, അപ്പോൾ ഈ എല്ലാ സ്റ്റേറ്റുകളും അതുകൊണ്ട് തന്നെ ഈ പെസ ആക്ട് അനുസരിച്ച് ഈ പഞ്ചായത്ത് രാജ് ആക്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടേതായിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഈ പെസ ആക്ടിനകത്ത് പറയുന്ന ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെസ ആക്ട് നിലവിലുള്ള, അതായത് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഷെഡ്യൂൾഡ് ഏരിയാസ് നിലവിലുള്ള സംസ്ഥാനങ്ങളിലെ ആ സംസ്ഥാനങ്ങൾ പാസ്സാക്കിയിട്ടുള്ള പഞ്ചായത്ത് രാജ് ആക്ടുകൾ ഉണ്ടാവും. ആ പഞ്ചായത്ത് രാജ് ആക്ടുകൾ എന്ന് പറയുന്നത് ഈ ഷെഡ്യൂൾഡ് ഏരിയാസിൻ്റെ കസ്റ്റമറി ലോസ്, സോഷ്യൽ ആൻഡ് റിലീജിയസ് പ്രാക്ടീസസ്, ട്രഡീഷണൽ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ഓഫ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ഇതുമായിട്ട് ഒത്തുപോകുന്നതായിരിക്കണം എന്ന് പറയുന്നുണ്ട്. സോ അപ്പോൾ അതിനനുസരിച്ചുള്ള ഭേദഗതികൾ അതത് സംസ്ഥാനങ്ങൾ അവരുടെ പഞ്ചായത്ത് രാജ് ആക്ടിൽ വരുത്തേണ്ടി വരും. രണ്ടാമതായിട്ട് ഈ പെസ ആക്ട് നിലവിലുള്ള എല്ലാ പ്രദേശങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും ഗ്രാമസഭകൾ ഉണ്ടാവണമെന്ന് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഈ പെസ ആക്ട് നടപ്പിലാക്കുന്ന ഷെഡ്യൂൾഡ് ഏരിയാസിലുള്ള പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള റിസർവേഷൻ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നത്, നോർമലി നമ്മൾ പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് ഷെഡ്യൂൾഡ് ട്രൈബ്സിനുള്ള റിസർവേഷൻ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ പോപ്പുലേഷന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ്. പക്ഷേ ഇവിടെ ഷെഡ്യൂൾഡ് ഏരിയാസിലുള്ള ഈ പെസ ആക്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഷെഡ്യൂൾഡ് ഏരിയാസിലുള്ള പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഷെഡ്യൂൾഡ് ട്രൈബ്സിനുള്ള റിസർവേഷൻ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ പോപ്പുലേഷന് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് 50% കുറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു ഷെഡ്യൂൾഡ് ഏരിയയിലുള്ള ഈ പെസ ആക്ട് നടപ്പിലാക്കുന്ന ഷെഡ്യൂൾഡ് ഏരിയയിലുള്ള ഒരു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന പ്രദേശത്തുള്ള ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ എണ്ണം 10% നോക്കുക. അപ്പോൾ അവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഈ 10% സീറ്റുകൾ, പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള സീറ്റുകൾ അവർക്ക് റിസർവ് ചെയ്യുക എന്നുള്ളതല്ല. പകരം അവിടെ അവർക്ക് 50% സീറ്റ് റിസർവ് ചെയ്ത് കൊടുത്തിരിക്കണം. അതായത് മിനിമം 50% സീറ്റ്സ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് റിസർവ്ഡ് ആയിരിക്കും. മാക്സിമം എന്ന് പറയുന്നത് ഇവരുടെ പോപ്പുലേഷൻ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ്. ഉദാഹരണത്തിന് മറ്റൊരു പഞ്ചായത്തിൽ 90% ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണെങ്കിൽ അവിടെ 90% സീറ്റ് അവർക്ക് റിസർവ് ചെയ്തിരിക്കുകയാണ്. ഇനി അത് കൂടാതെ ഈ പെസ ആക്ട് നടപ്പിലാക്കുന്ന എല്ലാ ഷെഡ്യൂൾഡ് ഏരിയാസിലുള്ള പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർമാൻഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഷെഡ്യൂൾഡ് ട്രൈബ്സിന് റിസർവ്ഡ് ആയിരിക്കും എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി നാലാമതായിട്ട് പറയുന്നത് ഈ ഷെഡ്യൂൾഡ് ഏരിയാസിലുള്ള ഗ്രാമസഭകൾ അല്ലെങ്കിൽ പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് ഈ ഷെഡ്യൂൾഡ് ഏരിയാസിലുള്ള ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ലാൻഡ് അക്വിസിഷൻ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന സമയത്ത് ഈ ഗ്രാമസഭയുമായിട്ടോ പഞ്ചായത്തുമായിട്ടോ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഈ കാര്യം ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. ഇത് മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ ഈ ഷെഡ്യൂൾഡ് ഏരിയാസ് നിലവിലുള്ള മേഖലകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോസ്പെക്റ്റിംഗ് ലൈസൻസ് അല്ലെങ്കിൽ മൈനിങ് ലീസ്, ഓക്കെ, ഖനനത്തിന് വേണ്ടിയിട്ടുള്ള ലീസുകൾ, ഓക്കെ, മിനറൽ പ്രൊഡക്ഷൻ മൈനർ മിനറൽസിന് വേണ്ടിയിട്ടൊക്കെയുള്ള മൈനിങ് ലീസസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഈ പ്രദേശത്തുള്ള ഗ്രാമസഭയുമായിട്ട് അല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ട് കൺസൾട്ട് ചെയ്യണമെന്നും അവരുടെ ഗ്രാമസഭയുടെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ റെക്കമെൻഡേഷൻ ഈ കാര്യത്തിന് നിർബന്ധമാണെന്നും പറയുന്നുണ്ട്. ഇവരുടെ റിസോഴ്സസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊവിഷൻ പറയുന്നത്. ഓക്കെ, ഇനി ആറാമതായിട്ട് പറയുന്നത് ഈ പെസ ആക്ട് നടപ്പിലാക്കുന്ന ഷെഡ്യൂൾഡ് ഏരിയാസുള്ള സംസ്ഥാനങ്ങളിലുള്ള
പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ കസ്റ്റമറി ലോസുമായിട്ട് ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പെസ ആക്ടുമായിട്ട് ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അത് ഈ പെസ ആക്ട് നടപ്പിലാക്കി 1 വർഷം കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇല്ലാതാവുമെന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് ഡാഗിസ്ഥാനാണ്. അപ്പോൾ ഈ ഡാഗിസ്ഥാനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം റഷ്യയുടെ ഏറ്റവും സദേൺ ഏരിയയിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഡാഗിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാഗിസ്ഥാനിൽ ഇന്നലെ ഒരു തീവ്രവാദി ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ ഇന്ന് പത്രങ്ങളിലുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാഗിസ്ഥാൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് ഡാഗിസ്ഥാൻ എന്നാണ്. അതായത് ഈ റഷ്യൻ ഫെഡറേഷൻ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് അവരുടെ ഫെഡറൽ അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കൺസെപ്റ്റാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. റിപ്പബ്ലിക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റൊരു രാജ്യമല്ല, റഷ്യയുടെ അകത്ത് തന്നെ, പക്ഷേ എന്നാൽ ഹൈലി ഓട്ടോണമസ് ആയിട്ടുള്ള ഫെഡറൽ യൂണിറ്റ്സ് ആണ് റിപ്പബ്ലിക്കുകൾ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ റഷ്യയിലെ മൈനോറിറ്റീസ് ജീവിക്കുന്ന പ്രദേശങ്ങളെയാണ് ഇത്തരത്തിൽ അവർ റിപ്പബ്ലിക്കുകളായിട്ട് മാറ്റാറുള്ളത്. ഇപ്പോൾ ഡാഗിസ്ഥാൻ, അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ചെച്നിയ, ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ റഷ്യയിലെ റിപ്പബ്ലിക്കുകളാണ്. ഓക്കെ, ഇനി ഈ ഡാഗിസ്ഥാൻ്റെ ഒരു ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് നോർത്തേൺ കോക്കസസ്, അതായത് കോക്കസസ് മൗണ്ടെയ്ൻസിലുള്ള നോർത്തേൺ കോക്കസസ് മൗണ്ടെയ്ൻ റീജൻസിലാണ് ഈ ഡാഗിസ്ഥാൻ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റേൺ യൂറോപ്പിലാണ്, ഈ കോക്കസസ് മൗണ്ടെയിൻ്റെ ഈസ്റ്റേൺ യൂറോപ്യൻ പാർട്ടിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് കാസ്പിയൻ സീയുമായിട്ട് അതിർത്തി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി റഷ്യക്കകത്തുള്ള ഏറ്റവും വലിയ ഫെഡറൽ ഡിസ്ട്രിക്റ്റാണ് അവരുടെ നോർത്തേൺ കൊക്കേഷ്യൻ ഫെഡറൽ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. ആ നോർത്തേൺ കൊക്കേഷ്യൻ ഫെഡറൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണ് ഡാഗിസ്ഥാൻ എന്ന് പറയുന്നത്. റഷ്യയുടെ ഏറ്റവും സദേൺ മോസ്റ്റ് ആയിട്ടുള്ള ടിപ്പും കൂടിയാണ് ഡാഗിസ്ഥാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡാഗിസ്ഥാന് ജോർജിയ അതുപോലെ തന്നെ അസർബൈജാൻ എന്നീ 2 രാജ്യങ്ങളുമായിട്ട് അതിർത്തി ഉണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡാഗിസ്ഥാൻ പോലെ തന്നെയുള്ള റഷ്യയിലെ മറ്റൊരു റിപ്പബ്ലിക്കാണ് ചെച്നിയ. ഈ ചെച്നിയയുമായിട്ടും ഇവർക്ക് അതിർത്തി ഉണ്ടെന്ന് മനസ്സിലാക്കുക. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.